നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ട്രിക് ബസ് വിവാദത്തിൽ വിശദീകരണവുമായി ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ വീണ്ടും രംഗത്തെത്തുന്നു. ബസിന്റെ കണക്ക് പറഞ്ഞ് അങ്ങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട, ആരും പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം പുച്ഛിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. കാരണം ബസ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല, അതാണ് യഥാർത്ഥ വശം, നടിവൊടിഞ്ഞു പോകും. ഇത് KSRTC ഒരു കൂട്ടത്തിനിടയിൽ നടത്തുന്നതിനാൽ നടക്കുന്നതായി തോന്നുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗണേഷ് കുമാറിന്റെ വാക്ക് ഉന്നം വയ്ക്കുന്നത് ശരിക്കും മേയറായിട്ടുള്ള, അതായത് തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷ് വന്ന അന്ന് പറഞ്ഞ പ്രസ്താവനയാണ്. ഈ ബസിന്റെ കാര്യത്തിലും ഗണേഷ് കുമാറിനെതിരെയും KSRTCക്കെതിരെയും മേയർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു കഴമ്പുമില്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനെതിരെ LDF നടത്തിയിട്ടുള്ള സമരത്തിൽ സംസാരിക്കവെയായിരുന്നു മന്ത്രി ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ 101 ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ സൗജന്യമായി ഓടിക്കും എന്ന് പ്രഖ്യാപിക്കാനുള്ള ഐഡിയ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ കരുതി വച്ചിരുന്നത്. എന്നാൽ അതങ്ങ് പൊളിഞ്ഞു എന്നാണ് ഗണേഷ് കുമാർ തന്നെ പറയുന്നത്. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ട് 101 വാർഡിലേക്ക് സൗജന്യ ബസ് അനുവദിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനായിരുന്നു അവരുടെ പ്രധാന പദ്ധതിയെന്ന ഗണേഷ് കുമാർ പറയുന്നു. ഡീസൽ വണ്ടി ആയിരുന്നാൽ അവർക്ക് കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ ഇലക്ട്രിക് ആയതിനാൽ അത് എടുക്കാനാകില്ല. ഈ ബസിന്റെ കുറ്റി ഇളക്കി വേറൊരിടത്ത് സ്ഥാപിക്കണമെങ്കിൽ മിനിമം 3 മാസം സമയമെങ്കിലും എടുക്കും. അന്ന് സ്ഥാപിച്ചവൻ ഇതുവരെ ബില്ല് കൊടുത്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ആരാ ഇത് ഇളക്കി അപ്പുറത്ത് വെക്കുക? ആരും ചെയ്യില്ല. എല്ലാ നടപടികളും പൂർത്തിയാക്കി കൊടുത്താൽ, അല്ലെങ്കിൽ പൂർത്തിയായിട്ട് ട്രാൻസ്ഫോമർമാർ സ്ഥാപിച്ച് വണ്ടി കൊണ്ടുപോകണമെന്നും ദിവസങ്ങളോളം അത് എടുക്കുമെന്നും പറയുന്നുണ്ട്. അവർ കെണിയിലാണ് വീണതെന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നു. അതുകൊണ്ട് എടുത്തുകൊണ്ട് പോയാൽ നടത്താനാകില്ല എന്ന് അവർക്ക് മനസ്സിലായി. കടുത്ത നഷ്ടത്തിലായിരുന്നു ഈ ബസ്സുകളെല്ലാം. ഇപ്പോഴാണ് ഒന്ന് പച്ച പിടിച്ച് വന്നത്. പച്ച പിടിച്ചപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു എല്ലാം ഇങ്ങെടുക്കാൻ, എല്ലാം ഫ്രീ ആണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഉദ്ദേശം. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും എനിക്ക് മനസ്സിലാകില്ല എന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് എന്ന മുഖഭാവത്തോടെ തന്നെ ഗണേഷ് കുമാർ പറയുന്നുണ്ട്. എന്നിട്ട് KSRTCയും സംസ്ഥാന സർക്കാരും പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ച് സൗജന്യം കൊടുത്തില്ലേ എന്ന് പറയുമെന്നും മന്ത്രി ചോദിക്കുന്നുണ്ട്. KSRTC ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാനം സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ KSRTC. ജനുവരി 12-ന് 11.71 കോടി രൂപ കൈവരിച്ചാണ് KSRTC വീണ്ടും 10 കോടി ക്ലബിൽ ഇടം നേടിയത്. ഇതിനു മുൻപ് തന്നെ എടുത്തു പറഞ്ഞാൽ ജനുവരി 5-ാം തീയതിയാണ് എക്കാലത്തെ മികച്ച പ്രതിദിന വരുമാനമായിട്ടുള്ള 13.1 കോടി രൂപ KSRTC കൈവരിച്ചത്. ഈ നേട്ടത്തിന്റെ സന്തോഷം ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും, KSRTCയിലെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരെയും വർക്കേഴ്സിനെയും ഒക്കെ പ്രശംസിക്കുകയും ചെയ്തു. തുടരും നമ്മൾ ഈ ജൈത്രയാത്ര. നമ്മൾ നേടുന്ന സ്ഥിരതയാർന്ന ഓരോ നേട്ടങ്ങളും നമ്മുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണെന്ന് അദ്ദേഹം പറയാൻ മടിച്ചില്ല. കൂടെ നിന്ന് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നേടിയ നേട്ടങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പ്രശംസിച്ചുകൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞു.